ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS BSc നഴ്സിംഗിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുകയാണ്. 19-ാം തീയതിയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. എല്ലാ കുട്ടികളും 10:30-ക്ക് മുന്നോടിയായിട്ട് നിങ്ങളുടെ ജില്ലയിലുള്ള LBS ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോകേണ്ടതാണ്. ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതുമാണ്. അവിടെ പോയതിന് ശേഷമാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് കോളേജ് മാറാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോകണം, അല്ലാത്തവരെ പരിഗണിക്കുകയില്ല. ഇതുവരെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത കുട്ടികൾക്കും ഇവിടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ ചെന്നതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് അവിടെ ആരൊക്കെ എത്തിയിട്ടുണ്ടോ അത് ബേസ് ചെയ്തിട്ടുമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ടോക്കൺ ഫീസും കൂടി കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേക്കൻസീസ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറച്ച് കോളേജസ് ഉണ്ട്. ആ കോളേജിലുള്ള കുറച്ച് സീറ്റുകൾക്ക് മാത്രമാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത്. കുറച്ച് കോളേജസിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 20ഉം 25ഉം സീറ്റൊക്കെ വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട് ചില കോളേജസിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് ഓപ്ഷൻസ് വെക്കുക. താല്പര്യമില്ലാത്ത കോളേജ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ അത് ക്യാൻസൽ ആവുകയും ഇപ്പോൾ സ്പോട്ടിൽ കിട്ടിയത് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഇഷ്ടപ്പെടാത്ത കോളേജസ് ഒന്നും ആരും ഓപ്ഷൻ വെക്കാതിരിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്ന ഡൗട്ടാണ്, പലർക്കും BSc നഴ്സിംഗ് ക്ലാസ് തുടങ്ങി, എന്നാൽ കുറച്ച് കുട്ടികൾക്കൊന്നും ക്ലാസ് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതത് കോളേജിൽ എപ്പോഴാണോ സീറ്റുകൾ ഫില്ലാകുന്നത് അതനുസരിച്ചാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോൾ ചില കോളേജസിൽ അവർ NOC കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കോളേജിലുള്ള സീറ്റുകൾ ഫില്ലാവുകയും അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങുകയും ചെയ്യും. എന്നാൽ കുറച്ച് കോളേജസിൽ NOC കൊടുക്കുന്നത് കാരണം സ്റ്റുഡൻസ് ഇങ്ങനെ മാറി മാറി പോകുന്നത് കൊണ്ട് തന്നെ സീറ്റ് വാക്കൻസി വരുന്നത് കൊണ്ട് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. സ്ക്രീനിൽ കാണിക്കുന്ന ഇത്രയും കോളേജസിലേക്കാണ് ഇപ്പോൾ നമുക്ക് വാക്കൻസി വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സ്പോട്ടിന് പങ്കെടുത്താൽ മതി. സ്പോട്ടിന് പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പങ്കെടുത്താൽ മതിയാകും. അതുപോലെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് സ്പോട്ടിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്ന നിർബന്ധമാണ്. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ അഡ്മിഷൻ എടുത്ത കോളേജ് അവിടെ ക്യാൻസൽ ആവുന്നതുമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്ഡേഷൻസ് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.